ഷെലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എഗ്ഗ് ബിരിയാണിയാണ്. എഗ്ഗ് ബിരിയാണി തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണാം. നമുക്ക് പോവാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ്ഗ് ബിരിയാണിയാണ്. ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു 8 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്. നമുക്ക് ഏത് അരി കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതായത് 250 ml 2 കപ്പ് 1/2 കിലോ അരിയുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കാനായിട്ട് നമ്മളൊരു 2.5 ലിറ്റർ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു. നമ്മൾ കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. തക്കോലം, ഗ്രാമ്പു, കറുകപ്പട്ട, കുരുമുളക്, വേലിപ്പ്, ഒരു ഏലക്കായ നമുക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കാം. അരി നമ്മൾ 2-3 വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 70-80% വേവ് മതി കേട്ടോ. അതിനകത്ത് കൂടുതൽ വെന്ത് പോകണ്ട. അപ്പം നമ്മുടെ ബിരിയാണി കുഴഞ്ഞു പോകും. കാരണം ഒരു 70%, കൂടി വന്ന ഒരു 80%. അതിൽ കൂടുതൽ നമ്മൾ വേവിക്കാൻ പാടില്ല. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവറാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ എടുത്താൽ മതി. കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ടേസ്റ്റും പോവും, ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക് കഴിക്കാനായിട്ട്. ഈ ഒരളവിൽ നമുക്ക് കോരി മാറ്റാം. കറുകപ്പട്ടയും വേലിപ്പും തക്കോലം കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടുണ്ട് ഇതൊരു 80% വെന്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ലെവലിൽ നമ്മൾ എടുക്കാം. നമുക്കിത് കോരി മാറ്റാം, ഊറ്റിയെടുക്കാം. ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് കുറച്ച് വറുത്ത സവോളയും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. 1 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്പൂണ് ഗരം മസാല പൊടിച്ചത്. ഇത് നമുക്കൊരു തൈര് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചത്. തൈര് ഒഴിച്ച് നമുക്കൊന്ന് വഴറ്റാൻ നന്നായിട്ട്. വലിയ തക്കാളി അരിഞ്ഞതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചെറിയ ജീരകം വേണമെങ്കിൽ അതിൻ്റെ പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. സവോളയും കൂടെ നമ്മൾ അരച്ചതാണ് ഒഴിച്ചു കൊടുക്കാം. ഇലയും പുതിനയും കൂടെ ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. അതങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. 6 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണ്. കടായിൽ സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പുതിയതാണ് കേട്ടോ. നല്ല അടിപൊളിയായില്ലേ. മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇങ്ങനെ വിതറി കൊടുക്കാം. നമുക്ക്
വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 3 മുട്ട വെച്ച് കൊടുക്കാം. നമുക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാലിൽ നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി കലക്കിയെടുത്തതാണ്. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് വറുത്ത സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ നമുക്കൊന്ന് 5 മിനിറ്റ് മൂടി വയ്ക്കാം. തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അടിപൊളി ബിരിയാണി, നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് വിളമ്പുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വിളമ്പിക്കോളൂ കേട്ടോ, അങ്ങനെ ഉണ്ടാക്കിയിട്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നത് ഈ പേജൊന്ന് ഫോളോ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.